പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഭഗ്നാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് കാണിക്കാൻ യേശു അവരോട് ഒരു ഉപമ പറഞ്ഞു. എപ്പോഴും പ്രാർത്ഥിക്കണമെന്നുള്ളത് എപ്പോഴും ചോദിക്കണമെന്നുള്ളതല്ല അർത്ഥം. ഒന്ന് ഫോക്കസ് ചെയ്യണതാണ് ആദ്യത്തെ വചനത്തിൽ തന്നെ. ഭഗ്നാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം. മനസ്സ് മടുക്കാൻ പാടില്ല എന്നുള്ളതാണ് വചനത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ. നീ ആരോടാണോ ചോദിക്കുന്നത് ആ തമ്പുരാൻ നിനക്ക് ഉത്തരം നൽകിയിരിക്കുമെന്നുള്ളതാണ് വചനം തരുന്ന ഉറപ്പ്. ഭഗ്നാശരാകരുത്. കാരണം ഞാൻ ചോദിക്കുന്നത് എൻ്റെ കർത്താവിനോടാണ്. എൻ്റെ പ്രശ്നം ഞാൻ പറയണത് സർവശക്തനായ ദൈവത്തോടാണ്. നടത്തി തന്നിരിക്കും. കാര്യങ്ങൾ കൃത്യസമയത്ത് അവിടെ നിന്ന് ഒരുക്കുന്നത് പോലെ നടന്നോട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്യാനാണ് കർത്താവ് ആവശ്യപ്പെടണേ. മനസ്സ് മടുക്കാതെയുള്ള പ്രാർത്ഥനയെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ, അവിടുത്തെ കാരുണ്യത്തിന് വേണ്ടി നിരന്തരം ഇങ്ങനെ ചോദിക്കാൻ വേണ്ടിയിട്ടുള്ള ഓർമ്മപ്പെടുത്തൽ. അല്ലാതെ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി എപ്പോഴും വാവിട്ട് നിലവിളിക്കാനായിട്ടുള്ള വചനഭാഗമല്ല ഇത്. കർത്താവിൻ്റെ കാരുണ്യത്തിന് വേണ്ടി നിരന്തരം ആഗ്രഹിക്കുക, അതിനു വേണ്ടി ചോദിച്ചു കൊണ്ടിരിക്കുക, കർത്താവെ കനിയണമേ എന്ന്. മനസ്സ് മടുക്കരുതെന്നുള്ളതാണ് ഓർമ്മിപ്പിക്കുന്നത്. ഒരു സ്വർണ്ണഖനി തിരയാൻ പോയ മനുഷ്യൻ്റെ കഥയുണ്ടല്ലോ. അയാളിങ്ങനെ പലതവണ ഇങ്ങനെ ഇത് തിരഞ്ഞ് അവസാനം മടുത്ത് ആ മനുഷ്യൻ ജോലി അവസാനിപ്പിച്ചിട്ട് തിരിച്ചു പോരുന്നുണ്ട്. പക്ഷെ അടുത്ത ഒരാൾ വന്ന് ആദ്യത്തെ വെട്ടുമ്പോൾ തന്നെ ആ ഒരു നിധി കിട്ടുന്നുണ്ട്. ഈ കല്ലിന്മേൽ അടിച്ചടിച്ച് അവസാനം മടുത്തു പോകുന്ന മനുഷ്യർ അവസാനം ഒറ്റൊരാൾ വന്ന് പിന്നെ ഒരാൾ വന്നടിക്കുമ്പോൾ ആ കല്ല് പൊട്ടുന്നത് കാണുന്നുണ്ട് നമ്മൾ. ആ ഒരു അടി കൂടി അടിച്ചിരുന്നെങ്കിൽ, ആ ഒരു കിളക്കൽ കൂടി ഒരു തവണ കൂടി കിളച്ചിരുന്നെങ്കിൽ ഒരാൾക്ക് കല്ല് പൊട്ടിക്കാമായിരുന്നു, ഒരാൾക്ക് നിധി കുഴിച്ചെടുക്കാമായിരുന്നു. മനസ്സ് മടുക്കരുതെന്നാണ് ഓർമ്മിപ്പിക്കുന്നത്. അതിനുള്ള ഈ ആറ്റിറ്റ്യൂഡ്, പ്രാർത്ഥനയിലെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കണമെന്ന് കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞു തരും. ഇന്നത്തെ പ്രതിവചന സങ്കീർത്തനത്തിൽ നമ്മൾ നിരന്തരം വായിക്കുന്നുണ്ട്. 121 സങ്കീർത്തനമാണ്. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്നത്രേ നമുക്ക് സഹായം ലഭിക്കുന്നത്. അവിടാണ് എൻ്റെ ആശ്രയം. അവിടാണ് ഞാൻ അവിടുത്തെ ആശ്രയം വെച്ച് കഴിഞ്ഞാൽ യെശയ്യാ 33:3 നിങ്ങൾ എന്നെ വിളിക്കുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരമരുളും. വചനം പറയണ കാര്യമാണ്. എന്നെ വിളിക്കുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരമരുളും. 115 സങ്കീർത്തനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്, കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. ഹീസ് ഓൺ ടൈം എന്നുള്ളതാണ് നമ്മൾ പറയണത്. ഈ ഇത്രയും താമസിക്കണമുണ്ട് കർത്താവ് എനിക്ക് നിഷേധിച്ചു എന്നുള്ളതാണ്. ഡിലേയിങ് ഈസ് നോട്ട് ഡിനയിങ്. ഇംഗ്ലീഷിലൊരു ഓർമ്മപ്പെടുത്തലുണ്ടല്ലോ. ഡിലേ ചെയ്യാന്നുള്ളത് ഡിനൈ ചെയ്യാന്നുള്ളതല്ല അർത്ഥം. താമസിപ്പിക്കുക എന്നതിൻ്റെ അർത്ഥം ഒരിക്കലും തരില്ല എന്നുള്ളതല്ല. തമ്പുരാൻ്റെ സമയത്ത് ലഭിക്കട്ടെ എന്നുള്ളതല്ലേ പ്രാർത്ഥന നടത്തേണ്ടത്. ആൻഡ് ഗോഡ് ഈസ് ഓൾവേസ് ഓൺ ടൈം. അതായത് അങ്ങോട്ട് ഒരു സെക്കൻഡ് കുറവില്ല, ഇങ്ങോട്ടൊരു സെക്കൻഡ് കൂടുതലില്ല. കൃത്യസമയത്ത് കർത്താവ് നിങ്ങളുടെ കാര്യത്തിൽ ഇടപെട്ടിരിക്കും. ആ കർത്താവിനോട് നിങ്ങൾ നിരന്തരം ചോദിക്കാനായിട്ടാണ് പറയണേ. ഒരിക്കലും മനസ്സ് മടുക്കാതെ നിങ്ങളുടെ പ്രയാസങ്ങൾ അവിടുത്തെ കാരുണ്യത്തിന് മുൻപിൽ സമർപ്പിക്കുക. കർത്താവെ കരുണ തോന്നണമേ എന്ന് നിരന്തരം അവിടുത്തെ കാരുണ്യത്തിന് വേണ്ടി ആവർത്തിച്ചു കൊണ്ടിരിക്കാനാണ് പറയണേ. അതിന് അനുഗ്രഹം കിട്ടുന്നത് എങ്ങനെയാണെന്ന് ഒന്നാമത്തെ വായന നമ്മളോട് പറഞ്ഞു തരും. മോശയുടെ കരങ്ങൾ ഉയർന്നു നിന്നപ്പോഴെല്ലാം, മോശ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചു നിന്നിരുന്നപ്പോഴെല്ലാം ഇസ്രായേൽക്കാർ വിജയിച്ചു കൊണ്ടിരുന്നു. കരങ്ങൾ താഴ്ത്തിയപ്പോൾ അമലേക്യർക്കായിരുന്നു വിജയം. എപ്പോഴൊക്കെ ഈ കരങ്ങളിൽ ഉയർന്ന, പ്രാർത്ഥനയിൽ ഉയരുന്ന കരങ്ങളുണ്ടോ ആ സമയത്തൊക്കെ വിജയം സുനിശ്ചിതമാണെന്നുള്ളതാണ്. എപ്പോഴൊക്കെ നമ്മൾ മനസ്സ് മടുത്ത് ഈ കൈ താഴ്ന്നു പോകുന്നു, ആ സമയത്ത് നമ്മൾ പരാജയപ്പെട്ടു തുടങ്ങും. കർത്താവിൻ്റെ മുൻപിൽ മുട്ടിന്മേൽ നിൽക്കാനും കരമുയർത്താനും മടിയില്ലാത്ത ഒരാളെയും അവിടുന്ന് മറ്റൊരാളുടെ മുൻപിൽ മുട്ടുകുത്താനായി അനുവദിക്കില്ല. അവന് വിജയവും സുനിശ്ചിതമാണെന്ന് വചനം പറയും. അതാണ് സുവിശേഷത്തിലെ കർത്താവ് വ്യക്തമാക്കി തരുന്നത്. ആ ഒരു ന്യായാധിപൻ പറയുന്നുണ്ട്, ഈ സ്ത്രീക്ക് ഞാൻ നീതി നടത്തി കൊടുക്കുക തന്നെ ചെയ്യും. നിരന്തരമായിട്ടുള്ള കാരുണ്യത്തിന് വേണ്ടിയുള്ള നിലവിളി ഒന്നും ഇങ്ങനെ തള്ളിക്കളയാൻ കർത്താവിനാവില്ല.
ആ തമ്പുരാനിലേക്ക് എൻ്റെ ജീവിതം മുഴുവൻ കൊടുത്ത്, എൻ്റെ പ്രത്യാശ മുഴുവൻ അർപ്പിച്ച്, എനിക്ക് സഹായം എവിടെ നിന്ന് വരുന്നു? പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു, എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. ഇന്നത്തെ പ്രതിവചന സങ്കീർത്തനമാണ് 121 സങ്കീർത്തനം. കർത്താവെ, ഞങ്ങളെക്കുറിച്ച് വിചാരമുള്ള അങ്ങയിലേക്ക് ഞങ്ങളിതാ നിരന്തരമായ പ്രാർത്ഥനയോടെ കരങ്ങൾ ഉയർത്തുന്നു, ഹൃദയങ്ങൾ അർപ്പിക്കുന്നു, ജീവിതം സമർപ്പിക്കുന്നു. കരുണ തോന്നണമേ. ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന മനുഷ്യർക്ക് സ്വർഗം കനിഞ്ഞ് അനുഗ്രഹം നൽകാതിരിക്കില്ലെന്നാണോ നമ്മൾ വിചാരിക്കണേ? തമ്പുരാനിലേക്ക് എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ പ്രയാസങ്ങളും സമർപ്പിച്ച് നിറഞ്ഞ മിഴികളോടും കൂപ്പിയ കരങ്ങളോടും കൂടെ ഉള്ളു നിറഞ്ഞ പ്രത്യാശയിൽ പ്രാർത്ഥിക്കാനുള്ള ദിവസങ്ങളാണിതെന്നറിയണം. ഒരിക്കലും മനസ്സ് മടുക്കാതെ എൻ്റെ പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കും പരിഹാരമുള്ള ദൈവത്തിങ്കലേക്ക് എന്നെ മുഴുവനായി സമർപ്പിച്ചുകൊണ്ട് പൂർണ്ണമായ പ്രത്യാശയോടുകൂടെ അവിടുത്തെ അനുഗ്രഹത്തിനും ആശീർവാദത്തിനുമായി നമുക്ക് മുട്ടിന്മേലായിരിക്കാം. ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പലതവണ ചോദിച്ചിട്ട് കിട്ടിയിട്ടില്ല എന്നുള്ളതിൻ്റെ പേരിൽ മാറ്റിവെച്ചിട്ടുള്ള എല്ലാ പ്രാർത്ഥനകളും പൊടി തട്ടിയെടുക്കുക. എന്നിട്ട് കർത്താവിൻ്റെ തിരുമുൻപിൽ സമർപ്പിക്കുക. കർത്താവെ, അങ്ങേക്ക് മനസ്സുള്ളതുപോലെ ഇത് നടത്തിത്തരണമേ എന്ന് പ്രാർത്ഥിക്കുക. കൃത്യമായിട്ടുള്ള സമയത്ത് തമ്പുരാൻ്റെ പദ്ധതി അനുസരിച്ച് അത് നടന്നിരിക്കുക തന്നെ ചെയ്യും. വിശ്വസിക്കുക, കർത്താവിലേക്ക് പരിപൂർണമായി സമർപ്പിക്കുക. അത് ലഭിക്കുന്നത് വരെ നിരന്തരമായ അവിടുത്തെ കാരുണ്യത്തിന് വേണ്ടി അപേക്ഷകൾ ഉരുക്കഴിക്കുക. ഒരു വിശ്വാസിയെ തിരിച്ചറിയാനായിട്ടുള്ള ഏറ്റവും നല്ല അടയാളമാണ് മനസ്സ് മടുക്കാത്ത, കരങ്ങൾ താഴ്ന്നു പോകാത്ത പ്രാർത്ഥന. സ്വർഗ്ഗം അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.